സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ മൊഡ്യൂളിലുള്ള വെൽഫെയർ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടെർമിനോളജിയാണ് ആൻഡ് ക്രൈറ്റീരിയ ഓഫ് സോഷ്യൽ വെൽഫെയർ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെൽഫെയർ ഇക്കണോമിക്സിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് വരുമ്പം ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്, അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്, they favored greatest good for greatest number. അതായത് കൂടുതൽ പേർക്ക് കൂടുതൽ കമ്മോഡിറ്റീസ് അവർക്ക് അവൈൽ ചെയ്യുക, കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അവർക്ക് അവൈൽ ചെയ്യുമ്പോൾ വെൽഫെയർ ഇൻക്രീസ് ചെയ്യും. വെൽഫെയർ എന്ന് പറഞ്ഞാൽ മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി നമുക്ക് വെൽഫെയർ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ വെൽഫെയർ ഇക്കണോമിക്സ് മൈക്രോ ഇക്കണോമിക്സിൻ്റെ ഒരു പാർട്ടാണ്, ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ ഇതിനകത്ത് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റിൻ്റെ അല്ലെങ്കിൽ വെൽഫെയർ ഇക്കണോമിസ്റ്റിൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോട്ടൽ വെൽഫെയർ ഈസ് ആഡിറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ഒരു സമൂഹത്തിൻ്റെ വെൽഫെയർ നമ്മൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ, അവിടെ ഇപ്പം 4 ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഇൻഡിവിജ്വലിൻ്റെ യൂട്ടിലിറ്റി പ്ലസ് രണ്ടാമത്തെ ഇൻഡിവിജ്വലിൻ്റെ യൂട്ടിലിറ്റി പ്ലസ് മൂന്നാമത്തെ ആളുടെ നാലാമത്തെ ആളുടെ എല്ലാവരുടെയും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വെൽഫെയർ കിട്ടുന്നു. അപ്പം വെൽഫെയർ ഈസ് ആഡിറ്റീവ് അക്കോർഡിംഗ് ടു ദിസ് വെൽഫെയർ ഇക്കണോമിസ്റ്റ്. ആൻഡ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് വെൽഫെയർ ഈസ് പോസിബിൾ. ക്ലാസിക്കൽ തിയറീൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് വെൽഫെയർ ഈസ് പോസിബിൾ. നമുക്ക് വെൽഫെയർ എന്താണ്, ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള വെൽഫെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്തൊരു പോയിന്റ്. ആൻഡ് ഇൻഡിവിജ്വൽസ് വെൽഫെയർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതേഴ്സ് വെൽഫെയർ. ഒരാളുടെ വെൽഫെയർ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് വെൽഫെയർ. എ എന്ന് പറയുന്ന ആളുടെ വെൽഫെയർ ബിയുടെ വെൽഫെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടുപേരും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. എയുടെ വെൽഫെയർ ബിയുടെ വെൽഫെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എസ് വെൽഫെയർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീസ് വെൽഫെയർ. Then welfare is measured in terms of utility. ഇതാണ് ക്ലാസിക്കൽ തിയറി. ഇത് മെയിനായിട്ട് പറഞ്ഞത് ജെർമി ബെന്താം, JERMY ബെന്താം, BENTHAM. ജെർമി ബെന്താം എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഇക്കണോമിസ്റ്റ് ആണ് ഈ കാര്യങ്ങൾ മെയിനായിട്ട് പറഞ്ഞത്. അവരുടെ അഭിപ്രായത്തിൽ യൂട്ടിലിറ്റി ടേംസിൽ നമുക്ക് വെൽഫെയർ മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് കാർഡിനൽ യൂട്ടിലിറ്റി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും നമ്മുടെ വെൽഫെയർ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ന്യൂ വെൽഫെയർ ഇക്കണോമിക്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ന്യൂ വെൽഫെയർ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പോസിറ്റീവ് ഇക്കണോമിക്സ്, ഇറ്റ് ഈസ് നോർമാറ്റീവ് ഇക്കണോമിക്സ്. ഇറ്റ് ഈസ് നോട്ട് എ പോസിറ്റീവ് ഇക്കണോമിക്സ്, ഇറ്റ് ഈസ് എ നോർമാറ്റീവ് എക്കണോമിക്സ്. അത് പോസിറ്റീവ് എക്കണോമിക്സ് അല്ല, നോർമാറ്റീവ് എക്കണോമിക്സ് ആണ്. അപ്പോൾ എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ്, എന്താണ് നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ? നോർമാറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുവാണ് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ്, അത് വാല്യൂ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിൽ നമ്മൾ നോക്കുവാണ്. വാല്യൂ ജഡ്ജ്മെൻറ്റിൻ്റെ, അതായത് ഒരാളുടെ ഒപ്പീനിയൻ ആയിരിക്കില്ല മറ്റൊരാളുടെ ഒപ്പീനിയൻ. ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. നോർമാറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒപ്പീനിയൻ ആൻഡ് വാല്യൂസ്. ഓക്കെ, നോർമാറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒപ്പീനിയൻ ആൻഡ് വാല്യൂസ്. സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അഭിപ്രായവും നിങ്ങളുടെ അഭിപ്രായവും ഡിഫറെൻ്റ് ആയിരിക്കും. എ എന്ന് പറയുന്ന ആൾ പറയുന്നത് ആയിരിക്കില്ല ബി എന്ന് പറയുന്ന ആളുടെ ഒരു തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ അഭിപ്രായവും മറ്റൊരാളുടെ അഭിപ്രായവും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ നോർമാറ്റീവ് എക്കണോമിക്സ് ദാറ്റ് ഈസ് ബേസ്ഡ് മെയിൻലി ഓൺ ഒപ്പീനിയൻ ആൻഡ് വാല്യൂ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് മോർ സബ്ജക്റ്റീവ്. ബട്ട് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡാറ്റ ആൻഡ് ഫാക്ട്. അതായത് എന്താണ് എന്ന് പറയുന്നത്, അതായത് നാഷണൽ ഇൻകം എന്താണ്? ഓക്കെ, നാഷണൽ ഇൻകം നമ്മൾ പറയുവാണ്, ഇതാണ് ഡെഫിനേഷൻ, നമ്മുടെ നാഷണൽ ഇൻകം ഇത്രയാണ്, ഇത്ര ഡോളറാണ്, അല്ലെങ്കിൽ നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ പറയുവാണ് ലൈക്ക് ഇത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുവാണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസ ഇത്ര രൂപയാണ്. സോ വാട്ട് ഈസ് അല്ലെങ്കിൽ വാട്ട് ആക്ച്വലി ഈസ് ആണ് എന്ത്
പോസിറ്റീവ് എക്കണോമിക്സ് ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് പിൻ പോയിന്റ് ചെയ്യുവാണ്, ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്രയാണ് നാഷണൽ ഇൻകം, അത് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുവാണ്. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഡാറ്റ അതുപോലെ തന്നെ ഫാക്റ്റിന്റെ ബേസിസിലാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷെ നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒപ്പീനിയൻ അല്ലെങ്കിൽ വാല്യൂസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. നമുക്കത് ടെസ്റ്റിങ്ങിനൊന്നും വിധേയമാക്കാൻ പറ്റില്ല, അത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല, അത് ജസ്റ്റ് ഇങ്ങനെ അഭിപ്രായം മാത്രമാണ്. ഇറ്റ് ആസ്ക് വാട്ട് ഓട്ട് ടു ബി, വാട്ട് ഓട്ട് ടു ബി, OUGHT, വാട്ട് ഓട്ട് ടു ബി. ഈ കാര്യങ്ങൾ നോർമാറ്റീവ് ആൻഡ് പോസിറ്റീവ് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ നോർമാറ്റീവ് എക്കണോമിക്സ് എന്താണ്, പോസിറ്റീവ് എക്കണോമിക്സ് എന്താണെന്നുള്ളത് നിങ്ങളുടെ ഡിഗ്രിക്കൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളോടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. നോർമാറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇപ്പൊ ലൈക്ക് നമ്മൾ പറയുവാണ് എന്താണ് നാഷണൽ ഇൻകവും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ പറയും നാഷണൽ ഇൻകം കൂടുമ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. ചില ആൾക്കാർ പറയുവാണ് നാഷണൽ ഇൻകം കൂടുമ്പോൾ ഇനീക്വാലിറ്റി കൂടുന്നു, അതുകൊണ്ട് നാഷണൽ ഇൻകം കൂടുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വ്യത്യാസമാണ്. പക്ഷെ നമ്മൾ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഇൻകം എത്രയാണ്, വാട്ട് ഈസ്, അല്ലെങ്കിൽ അത് ഒബ്ജക്റ്റീവ് ആണ്, ഇറ്റ് ഈസ് നോട്ട് എ സബ്ജക്റ്റീവ്. എന്താണ്? നോർമാറ്റീവ് എക്കണോമിക്സിൽ ഒപ്പീനിയൻ ആണ്, വാല്യൂ ജഡ്ജ്മെന്റ് ആണ്. അത് ഒരാളുടെ അഭിപ്രായമായിരിക്കണം എന്നില്ല മറ്റൊരാളുടെ അഭിപ്രായം. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആ ക്വസ്റ്റ്യൻ പാസ് ചെയ്യുമ്പോൾ ആൻസേഴ്സും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവിൽ പറയുന്നത്. സോ ന്യൂ വെൽഫെയർ എക്കണോമിക്സ് ഈസ് നോർമാറ്റീവ്. അത് ഓർത്താൽ മതി. സോ ന്യൂ വെൽഫെയർ എക്കണോമിക്സ് ഈസ് നോർമാറ്റീവ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് based on opinion and values. Okay, and it is subjective, it provides solution based on വാല്യൂന്റെ ബേസിസിലാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നോർമാറ്റീവ് എക്കണോമിക്സ് ആണ് ദാറ്റ് ഈസ് വാട്ട് ഓട്ട് ടു ബി. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് പറയുവാണ്, ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വെരിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ പോസിറ്റീവ് എക്കണോമിക്സിലുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുവാണ് നാഷണൽ ഇൻകം കൊടുത്തു, കുറെ 10 വർഷത്തെ നാഷണൽ ഇൻകം കൊടുത്തു, അതുപോലെ തന്നെ ഡാറ്റ ഓൺ എംപ്ലോയ്മെന്റും കൊടുത്തു. അപ്പൊ രണ്ടും തമ്മിലുള്ള കോറിലേഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒപ്പീനിയൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ഒപ്പീനിയൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. സോ ന്യൂ വെൽഫെയർ എക്കണോമിക്സ് ഈസ് എ നോർമാറ്റീവ് എക്കണോമിക്സ്. ഇവിടെ നമുക്ക് കാർഡിനൽ മെഷർമെന്റ് ഇത്ര മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് we cannot cardinally measure the welfare. We cannot measure the welfare in terms of some unit. നമുക്ക് ഇത്ര എമൗണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. It is therefore welfare can only be ordinal measurement. അപ്പോൾ ഇവിടെ ഓർഡിനൽ മെഷർമെന്റ് മാത്രമേ സഹായിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഓർഡിനൽ മെഷർമെന്റ് മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഓർഡിനൽ മെഷർമെന്റ് മാത്രമേ പറ്റുള്ളൂ. Compare the social welfare of one type of allocation with another. Compare the social welfare of one type of allocation with another. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കുറെ ബഞ്ച് ഓഫ് പ്രൊജക്റ്റ് ഉണ്ടാവും. റോഡ് നിർമ്മിക്കാനുണ്ടാവും, അല്ലെങ്കിൽ സ്കൂൾ നിർമ്മിക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ എയർപോർട്ട് ഉണ്ടാക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ഉണ്ടാവും. അങ്ങനെ കുറെ പ്രൊജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഗവൺമെന്റിന്റെ ഇതിൽ പറയുവാണെങ്കിൽ ഈ ഒരു among these പ്രൊജക്റ്റ് വിച്ച് ഈസ് ദ ബെസ്റ്റ്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ന്യൂ വെൽഫെയർ എക്കണോമിക്സിലൊക്കെ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ്. അപ്പോൾ ഇതിന്റെ ന്യൂ വെൽഫെയർ എക്കണോമിസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഹിക്സ്, പിഗു, സ്കിറ്റോവിസ്കി, ബെർഗ്സൺ, ഇത്രയും ആൾക്കാരാണ് നമ്മൾ ന്യൂ വെൽഫെയർ എക്കണോമിസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇത് നമ്മൾ വെൽഫെയർ എക്കണോമിക്സ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന വെൽഫെയർ എക്കണോമിക്സിലേക്ക് പോവുകയാണെങ്കിൽ it deals with evaluation of alternative economic situation from the point of view of society's well-being. അതായത് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ കുറെ എക്കണോമിക് സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറെ പ്രൊജക്റ്റ് ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ് ഉണ്ടാവും.
അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റിൽ നിന്ന് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേക്ക് ഹോൾഡർ തീരുമാനിക്കണം, ഡിസൈഡ് ചെയ്യണം വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്രൊജക്റ്റ് വിച്ച് വിൽ ഇൻക്രീസ് ഓർ മാക്സിമൈസ് സോഷ്യൽ വെൽഫെയർ. നമ്മൾ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെ മാക്സിമത്തിൽ എത്തിക്കുന്ന പ്രൊജക്റ്റ് നമ്മൾ എന്താ ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. From this choice of different economic situation, we have to select from the point of view of society's well-being. Society's well-being എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ക്ഷേമം അല്ലെങ്കിൽ വെൽഫെയർ മാക്സിമം ആക്കുന്ന പ്രൊജക്റ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്രൈറ്റീരിയ ഓഫ് സോഷ്യൽ വെൽഫെയർ ആണ്. So the measurement of social welfare requires some ethical standard, both of which involve subjective value judgment. നമ്മൾ പറഞ്ഞു സോഷ്യൽ വെൽഫെയർ എങ്ങനെയാണ്, എന്തിന്റെ ബേസിസിലാണ് നമ്മൾ വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഓഫ് സോഷ്യൽ വെൽഫെയർ. അപ്പൊ അതിന് കുറെ ആൾക്കാർ എന്താണ് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആഡം സ്മിത്തിനെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആഡം സ്മിത്ത് ആണ് നമ്മൾ ഗ്രോത്ത് ഓഫ് GNP ആണ് വെൽഫെയർ മെഷർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഓഫ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് GNP ആണ്. അടുത്തത് ബെന്താമിന്റെ ക്രൈറ്റീരിയൻ ആണ്, ജെർമി ബെന്താം. അടുത്ത കാർഡിനലിസ്റ്റ് ക്രൈറ്റീരിയൻ ആണ്, they use the law of diminishing marginal utility. അതിന്റെ ബേസിസിലാണ് അവർ പറയുന്നത്. അടുത്തത് പാരറ്റ് ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ ആണ്. നെക്സ്റ്റ് വൺ കാൽഡോർ ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയൻ, ബെർഗ്സൺ ക്രൈറ്റീരിയൻ. ഇങ്ങനെ ക്രൈറ്റീരിയൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയൻ നമ്മൾ നോക്കുവാണ് ഗ്രോത്ത് ഓഫ് GNP ക്രൈറ്റീരിയ. അപ്പോൾ ഗ്രോത്ത് ഓഫ് GNP ക്രൈറ്റീരിയ എന്ന് പറയുന്നത് GNP എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നാഷണൽ ഇൻകം, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നാഷണൽ ഇൻകം. അപ്പോൾ നാഷണൽ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യും എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മെയിൻ പ്രൊപ്പോണന്റ് ആരാണ്? ആഡം സ്മിത്ത്. സോ ഗ്രോത്ത് ഓഫ് GNP ഓർ വെൽത്ത്, ആഡം സ്മിത്ത്. Then growth resulted in increase in economic welfare since it increased the employment and goods available for the consumption for the community. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഗ്രോത്ത് അല്ലെങ്കിൽ GNP അതിലുള്ള ഇൻക്രീസ് ആണ്, നാഷണൽ ഇൻകത്തിലുള്ള ഇൻക്രീസ് ആണ് GNP എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ, എക്കോണമിയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാവുമ്പോൾ, ശ്രദ്ധിക്കണേ, എക്കണോമിയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാവുമ്പോൾ അവിടെ എക്കണോമിക് വെൽഫെയർ ഇൻക്രീസ് ചെയ്യപ്പെടും. എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ഇൻകം ഇൻക്രീസ് ചെയ്യും, അങ്ങനെ നമുക്ക് കൺസംഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കൺസംഷനും ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എക്കണോമിക് വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ് ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത്. സോ അടുത്ത അദ്ദേഹം പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എക്കണോമിക് ഗ്രോത്ത് മെന്റ് ബ്രിങ്ങിങ് W ക്ലോസർ ടു W സ്റ്റാർ. ഇറ്റ് ഈസ് ബ്രിങ്ങിങ് W ക്ലോസർ ടു W സ്റ്റാർ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ എത്തിപ്പിടിക്കാൻ പറ്റുന്നത് അല്ലേ, നമുക്കത് എത്തിപ്പിടിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദൂരെയാണ്, നമ്മളത് എക്സ്പെക്ട് ചെയ്യുവാണ്, നമ്മൾ അവിടെ എത്തിച്ചേരുമായിരിക്കും. ലൈക്ക് 6 വരിപ്പാത അല്ലെങ്കിൽ ഫുള്ള് AC ആയിട്ടുള്ള നല്ല ക്ലാസ് റൂംസ്, അല്ലെങ്കിൽ നല്ല എന്താണ് യൂണിവേഴ്സിറ്റി, നല്ല വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇതെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുവാണ്. മാക്സിമം വെൽഫെയർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ വെൽഫെയർ എന്ന് പറയുന്നത് W ആണ്. ആക്ച്വൽ എത്രയാണ്? W. അപ്പം നമ്മൾ എക്കണോമിക് ഗ്രോത്ത് കാരണം, ശ്രദ്ധിക്കണേ, എക്കണോമിക് ഗ്രോത്ത് കാരണം നമ്മൾ W സ്റ്റാറിനോട് അടുത്ത് നമ്മൾ ആക്ച്വൽ വെൽഫെയർ എത്തുമ്പോൾ നമുക്ക് അവിടെ മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ ഉണ്ടാവുന്നു. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റഡ് വെൽഫെയറിനോട് ക്ലോസ് ആയിട്ട് ആക്ച്വൽ വെൽഫെയർ, നമ്മൾ എക്സ്പെക്റ്റഡ് വെൽഫെയറിനോട് അടുത്ത് വരുവാണെങ്കിൽ അവിടെ മാക്സിമൈസേഷൻ ഓഫ് വെൽഫെയർ ഉണ്ടാവുന്നു. ഇവിടെ W എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വെൽഫെയർ ആണ്. W സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ വെൽഫെയർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ദി
എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഡിസൈഡ് ലെവൽ ഓഫ് വെൽഫെയർ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെൽഫെയറിനെയാണ് നമ്മൾ ഡിസൈഡ് ലെവൽ ഓഫ് വെൽഫെയറിനെയാണ് W സ്റ്റാർ എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെൽഫെയറിന്റെ അത്രയും നമ്മൾ ആക്ച്വൽ വെൽഫെയർ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുവാണ് വെറുതെ എന്താണ് നമ്മൾ A+ കിട്ടുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, ആക്ച്വൽ നമുക്ക് A+ തന്നെ കിട്ടി, അതിനോടടുത്ത് നമുക്ക് കിട്ടി, അപ്പം നമ്മൾ എക്കണോമിക് വെൽഫെയർ ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എക്കണോമിക് ഗ്രോത്ത് കാരണം നമുക്ക് മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ വന്നു. ദെൻ നമ്മൾ ഇതിനകത്ത് GNP ആസ് എ ക്രൈറ്റീരിയൻ ഓഫ് വെൽഫെയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആഡം സ്മിത്ത് പറയുന്ന 2 കണ്ടീഷൻ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ഇതാണ്, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതായത് ഇൻകവും വെൽത്തും നമ്മൾ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. രണ്ടാമത്തത് എഫിഷ്യൻസി ആൻഡ് സോഷ്യൽ വെൽഫെയർ. സോ ഗ്രോത്ത് ഓഫ് GNP ക്രൈറ്റീരിയയിൽ 2 ഗ്രോത്ത് കണ്ടീഷൻസ് ഉണ്ട്. ദർ ആർ 2 ഗ്രോത്ത് കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ ഈസ് അക്സെപ്റ്റൻസ് ഓഫ് സ്റ്റാറ്റസ് കോ ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആസ് എത്തിക്കൽ ഓർ ജസ്റ്റ്. അതായത് അവിടെ നമ്മളെ ഇൻകം ഇനീക്വാലിറ്റി ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ബാലൻസ് ആവുന്നു, എല്ലാവർക്കും തുല്യമായിട്ടുള്ള വെൽത്ത് അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഇൻകം കിട്ടുന്ന ഒരവസ്ഥ. എത്തിക്കലായിട്ട് നമ്മൾ അതുപോലെ തന്നെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട്, അല്ലെങ്കിൽ അവിടെ ഫെയർ ആയിട്ട്, അല്ലെങ്കിൽ ബാലൻസ് ആയിട്ടുള്ള ഇൻകം, എല്ലാവരുടെ കയ്യിലും സെയിം ഇൻകമാണ് ഉള്ളതെങ്കിൽ അന്നേരം നമ്മൾ എക്കണോമിക് ഗ്രോത്ത് കാരണം വെൽഫെയർ ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ബി ബാലൻസ് ടു അറ്റൈൻ എക്കണോമിക് വെൽഫെയർ, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ നമ്മൾ അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ. നെക്സ്റ്റ്, ഗ്രോത്ത് മേ ലീഡ് ടു റിഡക്ഷൻ ഇൻ സോഷ്യൽ വെൽഫെയർ ഡിപ്പെൻഡിങ് ഓൺ ഹൂ അവെയിൽസ് മോസ്റ്റ്ലി ഫ്രം ഇറ്റ്. അപ്പോൾ നമ്മളിവിടെ പറയുവാണ് നമ്മുടെ ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത് കാരണം സോഷ്യൽ വെൽഫെയർ റെഡ്യൂസ് ചെയ്യാം. എക്കണോമിക് ഗ്രോത്ത് കാരണം സോഷ്യൽ വെൽഫെയർ റെഡ്യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്? നമ്മൾ പറയുവാണ് ആരാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്താണ് ഫ്രൂട്ട്സ് എടുക്കുന്നത്? ഹൂ റീപ്പ് ദ ഫ്രൂട്ട് മോർ. അതായത് നമ്മൾ പറയുവാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ് നമ്മളെ ഗവൺമെന്റ് കൊണ്ടുവന്നു, അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നോക്കുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തുനിന്ന് ബെനിഫിറ്റ് ഉണ്ടായത്? ആരുടെ ഇൻകമാണ് കൂടിയത്? അല്ലെങ്കിൽ എല്ലാവരുടെ ഇൻകം ഒരുപോലെ വർദ്ധിച്ചോ? ഓക്കെ, അപ്പോൾ ഇവിടെ പാവപ്പെട്ടവരുടെ വരുമാനം ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടെ നമ്മൾ പറയുവാണ് വലിയ വലിയ ശതകോടീശ്വരന്മാർ അധികം പിന്നെ അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യല്ല വേണ്ടത്. നമ്മളെ എല്ലാ സിറ്റിസണിനും അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽസിനും സെയിം ലെവൽ ഓഫ് ഇൻകം കിട്ടുന്ന രീതിയാണെങ്കിൽ അവിടെ എന്താണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം, ഫെയർ ആണെന്ന് പറയാം. രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്, ഇമ്പോർട്ടൻസ് ഓഫ് എഫിഷ്യൻസി ഇൻ സോഷ്യൽ വെൽഫെയർ. സോ ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു എഫിഷ്യൻസി. സോഷ്യൽ വെൽഫെയറിൽ നമ്മൾ എഫിഷ്യൻസി കൈവരിക്കണം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുവാണ് സോഷ്യൽ വെൽഫെയർ ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് ആസ് വെൽ ആസ് ദെയർ ഓൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് കമ്മോഡിറ്റീസിനെ ബേസ് ചെയ്തിട്ട്, അതായത് എല്ലാവർക്കും എല്ലാ കമ്മോഡിറ്റീസ് കിട്ടുവാണെങ്കിൽ സോഷ്യൽ വെൽഫെയർ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെയർ ആയിട്ട് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അന്നേരമാണ് നമ്മൾ സോഷ്യൽ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാൻ പറ്റുക. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ അറ്റൈൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് റിക്വയർമെന്റ് ആണ്, പ്രീ റിക്വസിറ്റ് ഫോർ maximization of social welfare. Efficiency is a prerequisite for maximization of social welfare, and new welfare economists considered efficiency as it can be compared the different economic situation. നമ്മൾ പറയുകയാണ് ന്യൂ വെൽഫെയർ എക്കണോമിക്സ് നമ്മൾ പറഞ്ഞു ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ്. നമ്മൾ പറയുകയാണ് ഇപ്പം പാരറ്റോ എഫിഷ്യൻസി നമ്മളിപ്പം പഠിക്കാൻ പോവുകയാണ്. പാരറ്റോ എഫിഷ്യൻസി എഫിഷ്യൻസിയിൽ പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും ഒരാളുടെ വെൽഫെയർ നിങ്ങൾ റെഡ്യൂസ് ചെയ്യാണ്ട് എല്ലാവരുടെയും വെൽഫെയർ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റണം.
ആരുടെയും വെൽഫെയർ നിങ്ങൾ കുറക്കാൻ പാടില്ല. അപ്പോൾ ഒരാൾക്ക് ഒന്നും മോശമൊന്നും വരുത്താണ്ട് അങ്ങനെ എല്ലാവരുടെയും വെൽഫെയർ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നോ പേഴ്സൺ ഷുഡ് ബി വേഴ്സ് ഓഫ്, അങ്ങനെയാണ് നമ്മൾ പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് എഫിഷ്യൻസി ഓൾദോ നെസസറി കണ്ടീഷൻ ഈസ് നോട്ട് എ സഫിഷ്യൻറ്റ് ടു ഗ്യാരണ്ടി മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ. ഇവിടെ നമ്മൾ പറയുന്നത് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു നെസസറി കണ്ടീഷൻ ആണ്, പക്ഷേ ഇത് എന്തല്ല, ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷൻ അല്ല. മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയറിലുള്ള ഒരു അതായത് സോഷ്യൽ വെൽഫെയർ മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് ഒരു നെസസറി കണ്ടീഷനാണ് എഫിഷ്യൻസി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സഫീഷ്യൻറ്റ് കണ്ടീഷൻ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ബെന്താംസ് ക്രൈറ്റീരിയൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.